പശ്ചിമേഷ്യയിലെ യുദ്ധം ശക്തമാകുമ്പോൾ കേരളത്തിൽ പാചകവാതക ക്ഷാമം. മെനു ചുരുക്കി ഹോട്ടലുകൾ. പക്ഷേ വിറകടുപ്പിൽ പാചകം ചെയ്ത് പ്രതിസന്ധിയെ നേരിടുകയാണ് പരമ്പരാഗത പാചകത്തൊഴിലാളികൾ. പശ്ചിമേഷ്യയിൽ യുദ്ധം മുറുകുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ അടുക്കളകളെ പോലും പാചകവാതക ക്ഷാമം ബാധിച്ചിരിക്കുകയാണ്. പക്ഷേ പരമ്പരാഗത പാചക തൊഴിലാളികൾ അതിനെയൊക്കെ അതിജീവിക്കും. മഹാപ്രളയത്തെയും മഹാദുരന്തത്തെയും അതിജീവിച്ച മലയാളികൾ ഈ ഒരു പാചകവാതക ക്ഷാമത്തിനെയും അതിജീവിക്കുമെന്ന് കാണിച്ചു തരികയാണ് ഇവിടുത്തെ പരമ്പരാഗത പാചക തൊഴിലാളികൾ. പാചകവാതകമായ LPGയുടെ ക്ഷാമം ഉയർന്നതോടെ സംസ്ഥാനത്തെ നിരവധി ഹോട്ടലുകളുടെ അടുക്കളകൾ പ്രതിസന്ധിയിലായി. ചില ഹോട്ടലുകൾ മെനുവിൽ വലിയ മാറ്റങ്ങൾ വരുത്തി. മറ്റു ചില ഹോട്ടലുകൾ ഭാഗികമായി അടച്ചിടേണ്ട സാഹചര്യമുണ്ടായി. ഈ പ്രതിസന്ധി ഹോട്ടൽ മേഖലയിൽ ജോലി ചെയ്യുന്ന പാചക തൊഴിലാളികൾക്കും വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. എന്നാൽ ഈ പ്രതിസന്ധികൾക്കിടയിലും ചില അടുക്കളകളിൽ വീണ്ടും തെളിഞ്ഞത് പഴയ കാലത്തിന്റെ ചൂടാണ്. വിറകടുപ്പുകൾ വീണ്ടും കത്തുകയാണ്. വർഷങ്ങളുടെ പരിചയസമ്പത്തുള്ള പരമ്പരാഗത പാചക തൊഴിലാളികൾ വിറകുപയോഗിച്ച് പാചകം ചെയ്ത് തങ്ങളുടെ ജോലി മുന്നോട്ട് കൊണ്ടുപോകുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ പറയാനുള്ളത് നമ്മൾ അടുത്ത മാസം കുറേ കല്യാണങ്ങൾ ഏറ്റിട്ടുണ്ട്. മിക്ക ഓഡിറ്റോറിയങ്ങളിലും ഗ്യാസാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെ പരിഹരിക്കും എന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയാണ്. അതായത് ചില ഓഡിറ്റോറിയത്തിൽ ഗ്യാസ് അടുപ്പില്ലാണ്ട് വിറകടുപ്പില്ല പൂർണ്ണമായിട്ടും. അപ്പോൾ അത്തരം ഓഡിറ്റോറിയങ്ങളിൽ കല്യാണങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മാസം ഒരുപാട് കല്യാണങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെ നടത്താൻ പറ്റും? ഇതാണ് ഇപ്പോൾ നമ്മൾ ചിന്തിക്കുക. അതുപോലെ തന്നെ നമ്മളെ തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഇനി കടന്നു പോകുന്നത്. വാതകമില്ലെങ്കിലും തങ്ങളുടെ ജോലി കൈവെടിയില്ല എന്ന ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കുന്ന ഈ തൊഴിലാളികൾ പ്രതിസന്ധിയിലും പ്രതീക്ഷയുടെ സന്ദേശമാണ് നൽകുന്നത്. ഇന്ന് സർവത്ര മേഖലയിലും ഗ്യാസ് ഇല്ലാതെ പറ്റാത്തൊരു സ്ഥിതിയായി മാറി. കാരണം വിറക് നല്ലത് തന്നെയാണ്. നമുക്ക് സാധാരണ ചോറും ബിരിയാണിയും ഒക്കെ ഉണ്ടാക്കാൻ ഒക്കെ പരിഹരിക്കപ്പെടുന്നതാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് കാറ്ററിംഗ് മേഖലയിലൊക്കെ ലൈവും മറ്റുമൊക്കെ ആയിട്ട് കൊടുക്കേണ്ട സാഹചര്യത്തിൽ നമുക്ക് വിറക് കൊണ്ട് അതൊക്കെ ചെയ്യുക എന്നുള്ളത് വലിയൊരു പ്രായോഗികമായ പ്രയാസമുള്ള കാര്യമാണ്. അവിടെയൊക്കെ നമുക്ക് വേണ്ടത് ഗ്യാസാണ്. പ്രത്യേകിച്ച് ഫുഡ് സേഫ്റ്റിയും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ നമ്മൾ പണിയെടുക്കുന്ന കിച്ചനും മറ്റുമൊക്കെ വളരെ ഹൈജീനിക്കായിട്ട് പോകണമെന്ന് പറയുമ്പോൾ ഈ വിറക് അടുപ്പ് കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണത്തിലൂടെ അതൊക്കെ എത്രത്തോളം കാര്യക്ഷമമാക്കാൻ പറ്റും എന്നും പറയാൻ പറ്റില്ല. എങ്ങനെയായാലും കരിയും മറ്റുമൊക്കെ ആയിട്ടുള്ള കുറച്ച് പ്രയാസങ്ങൾ അവിടെ ഉണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ നികത്തുന്നത് ഈ ഗ്യാസ് കൊണ്ടാണ്. യുദ്ധം സൃഷ്ടിച്ച ക്ഷാമത്തിനിടയിലും വിറകടുപ്പിലെ തീ കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാമെന്നത് സ്വന്തം ജീവിതം കൊണ്ട് തന്നെ തെളിയിക്കുകയാണ് ഈ പരമ്പരാഗത പാചക തൊഴിലാളികൾ. ഏതൊരു സാഹചര്യത്തെയും അതിജീവിക്കുന്ന മലയാളികൾ ഈ ഒരു സാഹചര്യവും അതിജീവിക്കുക തന്നെ ചെയ്യും. ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം അഞ്ജലി ലക്ഷ്മണൻ, നെറ്റ്വർക്ക് ന്യൂസ്.